നമസ്തേ. കാപ്പൻസ് മീഡിയയിൽ നമ്മൾ പല രീതിയിലുള്ള ആത്മീയ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസസ്, പാരാസൈക്കോളജി, മെറ്റഫിസിക്സ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളും അവരുടെ അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളും ഒക്കെ പല വീഡിയോകളിലായിട്ട് ഞാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് കാപ്പൻസ് മീഡിയയിൽ ഞാനായിട്ട് പറയുന്ന കാര്യങ്ങളല്ല, നമ്മുടെ കൂടെ ഒരു അതിഥി കൂടെയുണ്ട്. അതിഥി എന്ന് പറയുമ്പോൾ പുറത്തു നിന്നുള്ള അതിഥിയല്ല, എന്റെ മുത്തശ്ശി തന്നെയാണ്. എന്റെ മുത്തശ്ശനെ കുറിച്ച് ഞാൻ പല വീഡിയോകളിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുടെ ആ ഒരു തിരികൊളുത്തൽ അദ്ദേഹത്തിൽ നിന്നായിരുന്നു ലഭിച്ചത്. അപ്പോ ഇന്ന് മുത്തശ്ശി ഞങ്ങളുടെ കൂടെ ഇല്ല, പക്ഷെ മുത്തശ്ശി ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ മുത്തശ്ശി ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പാരാസൈക്കോളജി, മെറ്റഫിസിക്സ്, ഭൂതപ്രേത പിശാചുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സമയത്ത്, അതീന്ദ്രിയമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് കഥകൾ മുത്തശ്ശൻ പറയുന്ന സമയത്ത് എപ്പോഴും മുത്തശ്ശിക്ക് പറയാനുണ്ടായിരുന്നത് അവർക്കുണ്ടായിരുന്ന ഒരു അനുഭവമാണ്. അനുഭവം എന്ന് പറയുന്ന സമയത്ത് ഈ അനുഭവത്തിന് നമ്മൾ സാധാരണ രീതിയിൽ കേൾക്കുന്നതായിട്ടുള്ള അറിവുകൾക്ക് അപ്പുറത്തേക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന അനുഭവങ്ങളാണ്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ജെന്യൂനിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പം അവരുടെ സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫെനോമെനോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ അനുഭവം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്കും കൂടെ കേൾക്കാനായിട്ടാണ് ഇന്ന് മുത്തശ്ശീനെ കൂടെ കൂട്ടിയിരിക്കുന്നത്. അപ്പൊ മുത്തശ്ശീനോട് അതൊരു പഴയകാല കഥയാണ്. അതിന്റെ ആരംഭം തൊട്ടുള്ള രീതിയിൽ തന്നെ നമുക്കതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംസാരം, ഒരു ഫോർമൽ ഇന്റർവ്യൂ എന്നുള്ളതിനപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു സംസാരത്തിലൂടെ കടന്നു പോകാനായിട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അമ്മച്ചിനോട്, അമ്മച്ചിക്ക് വളരെ പണ്ട് കാലത്ത് അമ്മച്ചി എത്ര വയസ്സുള്ള സമയത്താണ് അമ്മച്ചി എപ്പോഴും പറയുന്നതായിട്ടുള്ള ആ ഒരു പ്രേതാനുഭവം ഉണ്ടായത്? ഏകദേശം 13 വയസ്സ്. 13 വയസ്സെന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലമായിരുന്നു. അമ്മച്ചിയുടെ കല്യാണം കഴിയുന്ന ഏത് വയസ്സിലാണ്? 16 വയസ്സില്. അപ്പോ അന്നത്തെ കാലമാണ്. അത് ഏത് വർഷമായിരിക്കും? ഏകദേശം 1958 കല്യാണം കഴിഞ്ഞു. 58 കല്യാണം കഴിച്ചു. അപ്പൊ അതിനൊക്കെ കുറച്ച് വർഷങ്ങൾ മുമ്പ് 13 വയസ്സുള്ള ഒരു കുട്ടിയായി ഈ അമ്മച്ചി ആയിരുന്ന കാലഘട്ടത്തില് അത് എങ്ങനെ, അതിന്റെ ആ കഥ ഒന്ന് വിവരിക്കാൻ പറ്റുമോ? എങ്ങനെയാണത് സംഭവിക്കുന്നത്? വീട്ടിൽ നിന്ന് എന്ത് മാങ്ങ തപ്പാനൊക്കെ പോയതായിരുന്നു? മാങ്ങ പെറുക്കാൻ പോവാൻ രാവിലെ എണീറ്റു, 5 മണിക്ക് എണീറ്റു. മാങ്ങ പെറുക്കാൻ പോയി. അന്ന് ഒരു കുന്ന് കയറി പോകണം. ആറാക്കൽ കുന്നാണ് കുന്നിന്റെ പേര്. എന്താ കുന്നിന്റെ പേര്? ആറാക്കൽ കുന്ന്. ആറാക്കൽ കുന്ന്. അത് വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട്? ഒരു കിലോമീറ്റർ, 1.5 കിലോമീറ്റർ കാണും. 1 കിലോമീറ്റർ, 1.5 കിലോ. അപ്പൊ കുന്ന് കയറിയിട്ട് ഒറ്റയ്ക്കാണോ പോകുന്നത്? ഒറ്റയ്ക്ക്. കുട്ടികൾ വന്നില്ല, കൂട്ടത്തിൽ അനിയത്തിയൊന്നും വന്നില്ല. അവസാനം എല്ലാരും വന്ന് മാങ്ങ പെറുക്കാതിരിക്കാൻ ഞാൻ രാവിലെ പോയതാ. എത്ര മണിക്കാ പോകുന്നത്? രാവിലെ 5 മണി. ചെല്ലുമ്പോൾ മാവിന്റെ ചുവട്ടിൽ ഒരാൾ ഇങ്ങനെ കറുത്ത ഒരാള്, കറുത്ത ഒരു മനുഷ്യൻ നിൽക്കുന്നു. കറുപ്പെന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ മനുഷ്യന്മാര് കറുത്തവരും വെളുത്തവരും മനുഷ്യന്മാർക്കുള്ള ഒരു കറുപ്പിനേക്കാളും ഇച്ചിരി കറുപ്പ് പോകും, കുറച്ചുകൂടെ കൂടുതൽ. തുണികളും വസ്ത്രങ്ങളൊന്നുമില്ല. ഇത് മാഞ്ഞോട്ട് എങ്ങനെ നിൽക്കുക. ഞാൻ താഴെ ഇറങ്ങി മാങ്ങ പെറുക്കാൻ തുടങ്ങുമ്പോ തന്നെ ഇയാളെ കണ്ടിട്ട് ഞാൻ തിരിച്ച് പുറകോട്ട് തന്നെ ഓടി ഒന്ന് കയറി വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. അയാള് എത്ര വലിപ്പമുള്ള ആളായിരുന്നു? വലിപ്പമുണ്ട്, ഒരു 5 അടി പൊക്കം കാണും. അയാള് അന്നേരം അമ്മച്ചീനെ കണ്ടോ? അയാൾ എന്നെ കണ്ടപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി. എങ്ങനെ? ഓടിയാണ് കണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇയാൾ അനങ്ങുന്നുണ്ട്. അന്നേരം ഞാൻ ഓടി. ഇയാൾ മാവിന്റെ ചോട്ടിൽ എന്താ ചെയ്തോണ്ടിരുന്നത്? നിന്നോണ്ടിരിക്കും. അന്നേരം നിൽക്കും അവിടെ. കുറച്ച് മാവിനെ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുന്നു. അത് നമ്മളിങ്ങനെ ചെല്ലുമ്പോ നമ്മളെ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ അതോ പുള്ളി വേറെ? പുള്ളി എന്താ നിൽക്കുമ്പോ എന്റെ ഒച്ച കേട്ട് നോക്കി. അവസാനം ഞാൻ ഓടി. ഒരു കുന്നിന്റെ കുഴിയിലായി മാവ്. നാട്ടുമാങ്ങാപ്പഴം അത് പെറുക്കാൻ ഓടുക രാവിലെ. മാങ്ങായും പെറുക്കി ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ ഒന്ന് കയറി ഓടി. വീട്ടിൽ നിന്ന് പിന്നെ അങ്ങനെ പോകണ്ട എന്നൊക്കെ പറഞ്ഞു അല്ലെ? അതുപോലെ തന്നെ ആ വ്യക്തി എങ്ങനെയാ? ഒരുപാട് വണ്ണമുള്ള ആളായിരുന്നോ? വണ്ണമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും വ്യക്തിയായിട്ട് സാമ്യം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. ഇതുവരെ കാണാത്ത ഒരു ആ പ്രദേശത്ത് നിങ്ങളുടെ വീട് എത്ര ഏക്കർ സ്ഥലത്തായിരിക്കുന്നത്? ഞങ്ങളുടെ 4 ഏക്കർ. 4 ഏക്കർ. ആ 4 ഏക്കറിന് അപ്പുറത്താണ് വേറെ വീട്. അതാണ് ഈ കോഴിക്കോട് ജില്ലയിൽ കല്ലുതര, വളയം കല്ലുതരയാണ് ഞങ്ങളുടെ വീട്. അവിടുന്ന് ഒരു കുന്ന് കയറി ഇറങ്ങിയിട്ട് വേണം ഈ മാവ് മാങ്ങാവർക്കാൻ. അങ്ങനെ വീടിന്റെ മുകളിലേക്ക്. ഈ വീടെന്ന് പറയുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുട്ടിക്കാലത്ത് പോയി കണ്ടിട്ടുള്ള ഒരു വീടാണ്. പഴയ ഒരു തറവാടായിരുന്നു. ഞങ്ങളവിടെ പോകുമായിരുന്നു, കൊല്ലു പറിക്കാനും ആട്ടിനെ തീരാനും ഒക്കെ പോയിട്ടുണ്ട് പണ്ട്. അന്ന് ആ വീട്ടിൽ എത്ര പേര് താമസം ഉണ്ടായിരുന്നു? നമ്മുടെ വീട്ടിൽ അമ്മയും ഞങ്ങള് ആങ്ങളമാരും പെങ്ങന്മാരും എല്ലാവരും 8 പേര്. ഏകദേശം 8ഓളം ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങള് മക്കളെല്ലാരെയും കൂടെ കൂട്ടി കഴിഞ്ഞാല്? ഞങ്ങള് 9 മക്കളും അമ്മയും അപ്പനും. 2 മക്കൾ പുറത്തായിരുന്നു, ഒരു വീട്ടിലില്ല. ഞങ്ങളെല്ലാരും 6 പേര്. അപ്പൊ അങ്ങനെ അന്നത്തെ ഒരു കൂട്ടുകുടുംബമായിരുന്നു, പഴയൊരു തറവാട്. ഞാൻ ആ വീട്ടിൽ പോയിട്ട് ആ വീടൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ അവിടെ ആ വീടൊക്കെ പുതുക്കി പണിതു എന്നുള്ളതാണ്.
അപ്പോ അങ്ങനെ ഒരു കാഴ്ച. അതിനുശേഷം വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ പിന്നെ അവിടെ മാങ്ങ പറിക്കാൻ പോയിട്ടില്ല? ഇല്ല, തന്നെ പോയിട്ടില്ല. പിന്നെ ആട്ടത്തിലാണ് കുന്നിന്റെ മുകളിൽ അങ്ങ് കുഴി പോയിട്ടില്ല. ആട്ടത്തിന്റെ ഞങ്ങളെ വീടിന് അടുത്തൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും അല്ലെങ്കിൽ എന്റെ പല പൂർവികർ എന്റെ കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന, ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സ്വാമി കാപ്പൻ എന്ന് പറയുന്ന ഒരു യോഗിയെ കുറിച്ച്. യോഗി എന്ന് പറഞ്ഞാൽ അത് എന്റെ മുത്തശ്ശന്റെ ജ്യേഷ്ഠനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചും കൂടെ ഞാൻ അമ്മച്ചിയോടൊന്ന് ചോദിക്കുവാണ്. വളരെ ചുരുക്കത്തിൽ നമുക്ക് എന്താണ് കേൾക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. ഈ സ്വാമി കാപ്പൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് എന്താണ് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള കാര്യം? അയാളുടെ വീട്ടിലെ ഒരു ഗുഹ പോലെ ഉണ്ടാക്കി അതിനകത്തായിരുന്നു ഭക്ഷണവും കിടപ്പും താമസവും ഒക്കെ. ആ വീട് എവിടെയായിരുന്നു? അത് പേരാമ്പ്ര നരുനട. അവിടെ ഉള്ളപ്പോഴാണോ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കാണുന്നത്? ഞാൻ കല്യാണം കഴിച്ചപ്പോഴാണ് കാണുന്നത്. അപ്പം വീടിനോട് ചേർന്ന് ഗുഹ പോലെ ഉള്ള ഒരു സെറ്റിംഗിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ എന്തായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭക്ഷണമൊക്കെ? വെള്ളവും പഴങ്ങളും മാത്രം. അത് മാത്രമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. കേട്ടിട്ടുണ്ട് വെള്ളത്തിന്റെ മുകളിൽ ചെറിയ വളയത്തിന്റെ അകത്തൂടെ ശരീരം കടത്തിവിടും, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ അദ്ദേഹം ചെറിയ രീതിയിലുള്ള വളയത്തിനുള്ളിലൂടെ എത്ര ഫ്ലെക്സിബിലിറ്റി ആയിരുന്നു ശരീരം കടത്തിവിടാനും. അതുപോലെ തന്നെ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്നതായിട്ട് ഒരുപാട് വ്യക്തികൾ അദ്ദേഹത്തിനെ ആ കാഴ്ചയിൽ കണ്ടു എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് യോഗ പാലിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ സാധ്യമാണ് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് അമ്മച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറെ കാലമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ കല്ലുനിറ വീട്ടിലേക്ക് വരുന്നത് അല്ലെ? അപ്പം ആരാണ് കൂട്ടിക്കൊണ്ടു വന്നത്? ചേട്ടനെ കൂട്ടിക്കൊണ്ട് വന്നത് അനിയൻ ജോർജ് കാപ്പൻ. അദ്ദേഹം ആ വീട്ടിൽ കുറച്ചുനാൾ താമസിച്ചു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര കാലം ഉണ്ടായിരുന്നു അവിടെ? അവിടെ ഒരു 10 ദിവസം. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് മലയ്ക്കൊരു അവിടെയും പോയിട്ടുണ്ട്. മലക്കെന്ന് വെച്ചാല് നമ്മുടെ വീടുണ്ടായിരുന്നു അഭയഗിരി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ എങ്ങനെ അവിടുത്തെ വീട്ടിലായിരുന്നു? എങ്ങനെയാ അവിടെ വന്ന് താമസം? എങ്ങനെ ആൾക്കാരെ പരിചയപ്പെടുത്താനും രോഗമൊക്കെ നോക്കാനും ഒക്കെ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വേഷമൊക്കെ എന്തായിരുന്നു? വേഷം മുണ്ടും ഷർട്ടുമൊക്കെയാ. അദ്ദേഹത്തിനെ ഞാൻ വളരെ കുട്ടിക്കാലത്താണ് കണ്ടിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. അപ്പോ അദ്ദേഹത്തിനെ കല്ലുനിറ വീട്ടിലേക്ക് മുത്തശ്ശൻ കൂട്ടിക്കൊണ്ടു വന്നു എന്നാണ് പറയുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? അവര് പറഞ്ഞു വിട്ടിട്ട് ആൾക്കാർക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടു വന്നു. അപ്പൊ പല ആളുകൾക്കും അദ്ദേഹത്തിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ അവിടെ വന്നതാണ്. അപ്പൊ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളുമായിട്ടായിരുന്നു അന്ന് ആളുകൾ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്? ഒത്തിരി പേര് വന്ന് കണ്ടു. കുറെ പേർക്ക് കുട്ടികളില്ലായിരുന്നു, അവർക്കെല്ലാം കുട്ടികളായി. അവരുടെ ഇതിനെല്ലാം എടുത്തു മാറ്റി പ്രാർത്ഥിച്ചു. ഒരു മാതാവിന്റെ രൂപം വെക്കും, അതേ തൊട്ടാണ് പ്രാർത്ഥന. എന്നിട്ട് ആൾക്കാരുടെ രോഗം മാറി. എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. ആളുകൾക്ക് മാനസിക പ്രശ്നമുള്ള ആൾക്കാരുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എന്ത് രീതിയിലുള്ള മാനസിക പ്രശ്നം? അതൊരു പേടി പോലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ ഇങ്ങനെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ബാധ കൂടിയതുപോലെ എപ്പോഴും ചിരിക്കുന്നത്. അതെന്തായിരുന്നു സംഭവം? അത് ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നു. അവസരത്തിനെ കണ്ടു ചിരിച്ചോണ്ടിരുന്ന ചിരി അങ്ങ് ഇയാൾ മാറ്റി കൊടുത്തു. എന്നിട്ട് ആ ചിരിച്ച് ഒരു വീണെന്നോ ഒരു ബക്കറ്റ് വെള്ളം കുടിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു ആൾ വെള്ളം കുടിച്ചു, ബാക്കിയുള്ളവർ വീണു അവിടെ കിടന്നു. ഇദ്ദേഹത്തിന്റെ ചികിത്സാ രീതി എങ്ങനെയായിരുന്നു? ഇദ്ദേഹം ഇങ്ങനെ ബാധ ഒഴിപ്പിക്കുന്നത് എങ്ങനെയാ? അതും ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് ഒഴിപ്പിക്കുന്നയാ. അന്നേരം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പിടിക്കുമോ, ഒരാളോട് പറയാം മാവിന്റെ കമ്പ് പിടിച്ചു പോകാൻ പറയാം, ഒരാളോട് പറയാം വെള്ളത്തിപ്പ് ചാടാൻ പറയും. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയാം. അന്നേരം അങ്ങനെ ആയി. ഒരാൾക്ക് കുട്ടികളില്ലായിരുന്നു, അവർക്ക് കുട്ടികളുണ്ടായി. അതൊക്കെ ബാധ ഒഴിപ്പിച്ചു കിട്ടുക. ഈ ബാധ ഒഴിപ്പിക്കാന്ന് പറയുമ്പോൾ അതിന്റെ രീതികൾ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ എന്തെങ്കിലും പൂജയോ രൂപങ്ങളോ? എന്ത് രൂപം? മാതാവിന്റെ രൂപം. തലേ കൈയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ അത് കഴിയുമ്പോൾ ഓരോന്ന് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ഇപ്പൊ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ എങ്ങനെയാ രോഗം എന്നൊക്കെ പറയും. അവസാനം അതിങ്ങനെ അന്നേരം പിടിച്ച് ഇങ്ങനെ കൈക്കകത്ത് മുറുക്കി പിടിച്ചിട്ട് പറയാം, നീ പോയി ആ മാവിന്റെ കൊമ്പ് മാവ് കൊമ്പ് ഒടിച്ച് പോകാൻ പറയും. ചെറുത്താമ്മരോട് പറയുന്ന മാതിരി. പിന്നെ രണ്ടാമത്തെ കുപ്പിക്കകത്തിറക്കി വെക്കും പിടിച്ച്. അങ്ങനെയൊക്കെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ കുപ്പിയിലാകുന്ന ഇങ്ങനെ പിടിക്കും. പുള്ളിക്കാരൻ ഇങ്ങനെ അവരുടെ മുഖത്ത് കൈ വെച്ച് ഇങ്ങനെ പിടിച്ച് കുപ്പിയിലിട്ടിടും, അടച്ചു വെക്കും. അപ്പൊ മാവിന്റെ കൊമ്പടിച്ചു പോവാന്ന് പറയുമ്പോ എങ്ങനെയാ? അതങ്ങനെ കുറെ ദൂരം പോയി കൊമ്പടിക്കും. അത് ഞാൻ കണ്ടിട്ടില്ല. കൊമ്പടിച്ച് പൊക്കോളം പറയും. അങ്ങനെ ഒരുപാട് ആൾക്കാർ. എത്ര നാളുണ്ടായിരുന്നു ഈ വീട്ടിൽ അദ്ദേഹം? അയാളൊരു 2 ആഴ്ച നമ്മുടെ വീട്ടിൽ നിന്നുള്ളൂ. പിന്നീട് അദ്ദേഹം അങ്ങോട്ട് പോയി? അങ്ങോട്ട് തന്നെ തിരിച്ചു പേരാമ്പ്രയ്ക്ക് തന്നെ പോയി. ഇദ്ദേഹം പിന്നീട് കർണാടകയിലെ ഷിമോഗയിലേക്ക് പോയി. അവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം സമാധിയിലേക്ക് പോയി. അതിനുശേഷം ആ ആശ്രമം തുടർന്ന് പോകുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിനെ കുറിച്ച് പല വ്യക്തികളിൽ നിന്ന് പല വേർഷൻസിലുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം എന്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞൊരു ഓർമ്മയിൽ ഒരിക്കൽ ഗ്രാൻഡ് ഫാദറും അദ്ദേഹവും കൂടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ
ഒരു വ്യക്തി, ഒരു പുരുഷൻ പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്ന് ഭീകരമായിട്ടുള്ള രീതിയിൽ മാനസിക വിഭ്രാന്തി കാണിച്ച് അയാളുടെ മുന്നിൽ അങ്ങ് തളർന്നു വീഴുന്നതായിട്ടുള്ള ഒരു കഥയൊക്കെ എന്നോട് മുത്തശ്ശൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ നിൽക്കുന്ന ഒരാളുടെ മുന്നിൽ അങ്ങനെ വന്ന് കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ഒരുപക്ഷെ അത് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു സിദ്ധിയുടെ ഭാഗമായിരിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പല യോഗികളുടെ ജീവചരിത്രങ്ങളിലേക്കും ആത്മകഥകളിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള അനുഭവങ്ങൾ അവരെ ചുറ്റിപ്പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ ചിലർ അറിയപ്പെട്ടു, ചിലർ അറിയപ്പെട്ടില്ല. ഇദ്ദേഹം കർണാടകയിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ളത് വലിയ വലിയ വ്യക്തികളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നതായിട്ടും അവരുടെ പ്രശ്നങ്ങൾ പോലും ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നതായിട്ടും സംഭാവനകൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇദ്ദേഹം ആ സംഭാവന മേടിച്ചിട്ട് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ വസ്ത്രം ചിലപ്പോൾ കീറിയത് പോലും ഇട്ടുകൊണ്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെയും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളൊക്കെ ഇന്നും നമ്മുടെ ചുറ്റിനുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇതൊരു അനുഭവം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അമ്മച്ചിയുടെ ആദ്യത്തെ ഒരു അനുഭവം പറഞ്ഞു, രണ്ടാമത് ഇതൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട അവർക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിനെ പല രീതിയിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. യുക്തിപരമായിട്ടുള്ള രീതിയിലും ആത്മീയമായിട്ടുള്ള രീതിയിലും മെറ്റഫിസിക്കൽ ആയിട്ടുള്ള രീതിയിലും പാരാസൈക്കോളജിക്കൽ ആയിട്ടുള്ള രീതിയിലും ഒക്കെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഞാനൊരു കൺക്ലൂഷൻ വെക്കുന്നില്ല. നിങ്ങളുടെ ചിന്തയ്ക്ക്, നിങ്ങളുടെ ചിന്താ സ്വാതന്ത്ര്യത്തിന്, നിങ്ങളുടെ സ്വതന്ത്ര ചിന്തയ്ക്ക് ഞാൻ വിടുകയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഇതുപോലെ അനുഭവങ്ങളുള്ള പഴയ കാലത്തുണ്ടായിരുന്ന മറ്റൊരുപാട് വ്യക്തികളുണ്ട്. ഇവരൊക്കെ ആയിട്ട് ഞാൻ പല സമയത്തായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്യാമറയുടെ മുന്നിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെയും നമ്മൾ ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും അവരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ ചാനൽ തുറന്നുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ എക്സ്പ്ലോറേഷൻ, ഡിസ്കവറീസ്, ആത്മീയ അന്വേഷണങ്ങൾ, അന്വേഷണ പരമ്പരകൾ, എല്ലാ രീതിയിലുള്ള മതവും മതത്തിനപ്പുറത്തുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടുള്ള അന്വേഷണം, സയന്റിഫിക് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് നമ്മൾ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ മെറ്റഫിസിക്കൽ ആയിട്ടുള്ള പാരാസൈക്കോളജിക്കൽ ആയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ഫെനോമിന ഒക്കെ നോക്കിക്കാണുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയുള്ള അന്വേഷണം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തൽക്കാലത്തേക്ക് നമസ്തേ.